പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് ദൈവവചനം ചിന്തിപ്പാൻ കർത്താവ് തന്ന അവസരത്തിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് തിരുമുഖത്തേക്ക് നോക്കുന്നു. ദാസൻ്റെ കണ്ണ് യജമാനൻ്റെ കയ്യിലേക്കും ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിലേക്കും എന്ന വണ്ണം അങ്ങ് ഞങ്ങളോട് കൃപ കാണിക്കുവോളം ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. ഞങ്ങളുടെ കണ്ണുകൾ ഞങ്ങൾ സഹായം വരുന്ന ആ പർവ്വതത്തിലേക്ക് ഉയർത്തുന്നു കർത്താവേ. അപ്പച്ചാ ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. അങ്ങ് ഞങ്ങളെ കർത്താവേ ഹല്ലേലൂയ ഇന്നും സഹായിക്കുമാറാകണമേ. ഈ ദിവസം ജീവിപ്പാനുള്ള ദൈവകൃപ ഞങ്ങൾക്ക് തരണമേ. വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിക്കുമാറാകണമേ. വചനത്തിൻ്റെ ഒരു സ്പർശനം അനുഭവിപ്പാൻ ഞങ്ങളെ ഇടയാക്കുമാറാകണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. വചനം കേട്ട് ഞങ്ങളെ തന്നെ ചതിക്കുന്നവരായിട്ടല്ല കർത്താവേ. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. വചനം പ്രസംഗിച്ച് ഹല്ലേലൂയ സ്വയം ചതിക്കപ്പെടുന്നവളുമായിട്ടല്ല കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വത്തിനായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങൾ ഒരുമിച്ച് അങ്ങയോട് ചോദിക്കുന്നു, കൃപ കേൾക്കുമാറാകണമേ. ആമേൻ ആമേൻ ആമേൻ. സ്തോത്രം. ജെനസിസ് ചാപ്റ്റർ 6, ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം. 6-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗം നാം ചിന്തിച്ചതാണ്. ഇവിടെ 8-ാം വാക്യത്തിൽ എന്നാൽ നോഹ, ബട്ട് നോഹ എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ ചിന്തിച്ചു. പതിമൂന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: ദൈവം നോഹയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, സകല ജഡത്തിൻ്റെയും അവസാനം എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നു. ഭൂമി അവരാൽ അതിക്രമം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഞാൻ അവരെ ഭൂമിയോടുകൂടെ നശിപ്പിക്കും. ഞാൻ അവരെ ഭൂമിയോടുകൂടെ നശിപ്പിക്കും. ഇത് ദൈവമാണ് സംസാരിക്കുന്നത്. ദൈവം ഇത് സംസാരിക്കുമ്പോൾ കർത്താവ് പറയുന്ന ഒരു കാര്യം, the end of all flesh is come. The end of all flesh. സകല ജഡത്തിൻ്റെയും അവസാനം വന്നിരിക്കുന്നു. അവിടെ ജഡമെന്ന വാക്കിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു ഒറിജിനൽ വേർഡിനെ ടച്ച് ചെയ്തല്ല ഞാൻ സംസാരിക്കുന്നത്. പക്ഷേ ഇതിനു മുമ്പ് നമ്മൾ പഠിച്ച ജഡം, ഫ്ലഷ് എന്ന് പറയുന്നത് പാപവുമായി ബന്ധപ്പെട്ട്, സാത്താനുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണെന്ന് നമ്മൾ പഠിക്കുകയുണ്ടായി. അപ്പോൾ ദൈവം ഭൂമിയിൽ പാപം ചെയ്യുന്ന സകല ദേഹിയെയും നശിപ്പിക്കാനായി ഒരുങ്ങുകയാണ്. എല്ലാത്തിൻ്റെ അവസാനം വരുത്താനായിട്ട് ഒരുങ്ങുക. ഞാൻ കഴിഞ്ഞ ദിവസം ഓർമ്മിപ്പിച്ചതുപോലെ, ദൈവം ഈ സൃഷ്ടിയെ ഒക്കെ ഉണ്ടാക്കിയതിൽ, അല്ലെങ്കിൽ മനുഷ്യനെ സൃഷ്ടിച്ചതിലൊക്കെ അങ്ങ് അനുതപിച്ച് സങ്കടപ്പെട്ട് വേദനപ്പെട്ട് ഇരിക്കുന്ന ഒരു അനുഭവം. എല്ലാത്തിനെയും നശിപ്പിക്കാനായിട്ട് ഒരുങ്ങി നിൽക്കുകയാണ്. ഏദൻ തോട്ടത്തിൽ ആദവും ഹവ്വയും പാപം ചെയ്തപ്പോൾ അവരെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി എന്നുള്ള ആ ഒരു പണിഷ്മെന്റ് അവർക്ക് കൊടുത്തു എങ്കിൽ പോലും അവർക്ക് നഷ്ടപ്പെട്ടു പോയ ആ മഹത്വത്തിന് പകരം അവരെ ഒന്ന് റെഡീം ചെയ്യാൻ ഇനിഷ്യേറ്റീവ് എടുത്തത് ആരാണ്? ദൈവമാണ് ഇനിഷ്യേറ്റീവ് എടുത്തത്, അല്ലേ? മനുഷ്യ നീ എവിടെയാണ് എന്ന് ചോദിച്ച് ദൈവമാണ് ഇനിഷ്യേറ്റീവ് എടുത്തത്. കയീൻ ഹാബേലിനെ കൊന്ന ശേഷം അവനെയും അതുപോലെ ഒന്ന് മടക്കി കൊണ്ടുവരുവാനായിട്ട് ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് ദൈവമാണ് എന്ന് നമ്മൾ ചിന്തിച്ചു. ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് ദൈവമാണ്.
കാരണം നിന്റെ അനുജൻ എവിടെയാണ്, നിന്റെ മുഖം വാടുന്നത് എന്താണ് എന്നൊക്കെ ചോദിച്ച് God is coming to himself, to Cain. God came to Adam, God came to Cain. Now here God is coming to Noah. ദൈവം നോഹയുടെ അടുത്തേക്ക് വരികയാണ്. See, in all these places we can see the merciful God. നമുക്ക് ഈ ഇടങ്ങളിലെല്ലാം മഹാദയാലുവായിരിക്കുന്ന ദൈവത്തെ കാണാൻ കഴിയും. നാം ചാപ്റ്റർ 5 വരുമ്പോൾ, ചാപ്റ്റർ 5 ദീർഘക്ഷമയുള്ള ഒരു ദൈവത്തെ നമ്മൾ കാണുകയുണ്ടായി. ചാപ്റ്റർ 4 ദീർഘക്ഷമയുള്ള ഒരു ദൈവത്തെ കാണുകയുണ്ടായി. മെതുശലേഖിന് അത്രയും നീട്ടി ആയുസ് കൊടുക്കുന്ന ഒരു ദൈവം. ചാപ്റ്റർ 5 വരുമ്പോൾ ഹല്ലേലൂയ, തന്നോടൊപ്പം നടക്കാൻ ആഗ്രഹിക്കുന്നവനെ കൂട്ടി നടക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണാനായിട്ട് കഴിയും. അങ്ങനെ നടക്കുന്ന ഒരു ദൈവം. ഇവിടെ ഇതാ ചാപ്റ്റർ 6 വരുമ്പോൾ മനുഷ്യനെ വീണ്ടും വീണ്ടെടുക്കത്തക്കവണ്ണം മഹാകരുണ കാണിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണാൻ കഴിയും. മഹാകരുണ. ആ വാക്യം വായിച്ചിട്ട് അതിൻ്റെ തൊട്ട് താഴത്തെ വാക്യം വായിക്കണം. You have to read chapter 6 verse 13 and then 14. 6 verse 13 says, "The end of all flesh is come before me. I will destroy them with the earth." അപ്പോൾ സകല ജഡവും അതോടൊപ്പം ഭൂമിയും നശിപ്പിച്ചു കളയുവാനായിട്ട് ദൈവം ഒരുങ്ങുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഓർമ്മിപ്പിച്ചതുപോലെ ഭൂമിയെ മൂടിയിരുന്ന ആ വെള്ളത്തെ ദൈവം സെപ്പറേറ്റ് ചെയ്തതാണ്. ഭൂമിയെ മൂടിയിരുന്ന വെള്ളത്തെ ആകാശത്തിന് മേലുള്ള വെള്ളവും ആകാശത്തിന് കീഴെയുള്ള വെള്ളവും എന്ന് പറഞ്ഞ് ഒന്ന് സെപ്പറേറ്റ് ചെയ്തു. പിന്നീട് ഈ ഭൂമിയുടെ മേലുണ്ടായിരുന്ന വെള്ളത്തെ സമുദ്രമാക്കി മാറ്റി സെപ്പറേറ്റ് ചെയ്തു. ഇത്രയും എല്ലാം ചെയ്തിരിക്കുന്ന ആ വെള്ളം ഒരു കാലഘട്ടത്തിൽ എങ്ങനെയാണോ, എന്തുകൊണ്ടാണോ ഈ ഭൂമി പാഴായും ശൂന്യമായും പോയത്, അതേ വസ്തു കൊണ്ട് ദൈവം നശിപ്പിക്കുവാനായിട്ട് ഒരുങ്ങുകയാണ്. ഹല്ലേലൂയ. ദൈവം സെപ്പറേറ്റ് ചെയ്ത കാര്യത്തെ ഭൂമിയിലേക്ക് അയക്കാനായിട്ട് ഒരുങ്ങുകയാണ്. പക്ഷേ ദൈവത്തിൻ്റെ മഹാകരുണ ഇവിടെ ശ്രദ്ധിക്കണം. സകല ജഡത്തിൻ്റെ അവസാനം വന്നിരിക്കുന്നു, ഞാൻ എല്ലാറ്റിനെയും നശിപ്പിക്കാൻ പോവുകയാണ്, ഭൂമി അതോടുകൂടി നശിക്കും എന്നെല്ലാം പറഞ്ഞിട്ട് 14 വാക്യം തുടങ്ങുന്നത് നീ എന്ന് പറഞ്ഞാണ്. എട്ടാമത്തെ വാക്യത്തിൻ്റെ ആവർത്തനമാണ് ഇവിടെ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 8ാമത്തെ വാക്യത്തിൽ ബട്ട് നോഹ, എന്നാൽ നോഹ. But verse 14 again, but you Noah, എന്നാൽ നീ എന്ത് ചെയ്യണം? ഈ സകല ജഡവും എന്ന് ദൈവം പറയുന്നതിനകത്ത് ഉൾപ്പെടാത്ത ആരൊക്കെയോ അപ്പോൾ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്ന് അർത്ഥം. സ്തോത്രം. ദൈവം സകല ജഡത്തെയും നോക്കി ഭൂമി മുഴുവൻ വഷളായിരിക്കുന്നു എന്ന് ദൈവം തന്നെ കമന്റ് ചെയ്യുമ്പോഴും ഹല്ലേലൂയ, വഷളാകാത്ത കൃപ അനുഭവിക്കുന്ന ഈ ഭൂമി മുഴുവൻ നശിക്കുമ്പോഴും നശിച്ചു പോകരുതെന്ന് ദൈവം ആഗ്രഹിക്കുന്ന നീ, സ്തോത്രം. എന്താണ് നമുക്കിതിനകത്തുനിന്ന് പഠിക്കാനുള്ളത്? ഈ ലോകം മുഴുവൻ ഏത് സാഹചര്യത്തിൽ കൂടെ പോയാലും, ഒരുപക്ഷെ ക്ഷാമത്തിലൂടെ പോകുമായിരിക്കാം. ജോസമേ, ലോകം മുഴുവൻ ക്ഷാമത്തിലൂടെ പോകുമ്പോഴും നീയും നിന്റെ പാണ്ഡികശാലകളും നിറഞ്ഞിരിക്കും.
മോശയെ ദേശം മുഴുവൻ നായിച്ച കൊണ്ട് നിറയുമ്പോൾ നീയും നിന്റെ ജനവും അവരുടെ ദേശവും സംരക്ഷിക്കപ്പെട്ടിരിക്കും. ഹല്ലേലൂയ. ഇന്ന് ഈ ദൂത് കേൾക്കുമ്പോൾ ഈ ഒരു ഉറപ്പ് ഹൃദയത്തിനകത്ത് വരണം. ആർക്കും എന്തും സംഭവിച്ചോട്ടെ, എന്തെല്ലാം കാര്യങ്ങൾ നടന്നാലും, ഏതെല്ലാം വിഷയങ്ങൾക്കകത്തൂടെ പോകേണ്ടി വന്നാലും നീ നശിക്കില്ല. അവിടെ പറഞ്ഞിരിക്കുന്നത് എൻഡ് ഓഫ് ഓൾ ഫ്ലഷ്. അത് ഭൂമിയിൽ നിന്ന് മാത്രമുള്ള ഒരു ഡിസ്ട്രക്ഷൻ അല്ല, the eternal destruction. These people are going into eternal destruction. അവർ നിത്യമായ നാശത്തിലേക്ക് പോവുകയാണ്. ഭൂമിയിൽ നിന്ന് മരിച്ചു പോകുന്ന കാര്യം മാത്രമല്ല അവിടെ പറയുന്നത്. ഇറ്റേണൽ ഡിസ്ട്രക്ഷൻ നടക്കുകയാണ്. ഒരു പക്ഷേ ലോകം നോക്കുമ്പോൾ ഇസ്രായേൽ മക്കളെ, നിങ്ങൾ ഇപ്പോഴും ഇഷ്ടിക ചൂളയിൽ തന്നെ ആയിരിക്കാം. നിങ്ങൾക്ക് മീതെ ഊഴിയവേലക്കാർ കണ്ടെന്ന് വരാം. അവർ നിങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നതിലപ്പുറമായ വേല ചെയ്യിപ്പിക്കുന്നുണ്ടാവാം. ഇഷ്ടിക ഉണ്ടാക്കാനുള്ള താളടി എടുത്തുകൊണ്ട് വരുവാൻ ദിവസം മുഴുവൻ നിങ്ങൾ ആ ദേശത്തിന് നെടുകയും കുറുകയും നടന്നു എന്ന് വരാം. പക്ഷേ നിന്റെ സാക്ഷി സ്വർഗത്തിലും നിന്റെ ജാമ്യക്കാരൻ ഉയരത്തിലും ഇരിക്കുന്നു എന്ന് മറന്നു പോകണ്ട. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഇത്രമാത്രം കരുണ കാണിക്കുന്ന, ദയ കാണിക്കുന്ന, കൃപ ലഭിച്ച ജനത്തോട് വിശ്വസ്തത കാണിക്കുന്ന ഒരുവനെ വേറെ എവിടെ കണ്ടെത്താൻ കഴിയും? ഇസ്രായേൽ മക്കളെ ശ്രദ്ധിച്ചു നോക്കിയാൽ അവരപ്പോഴും അടിമകളാണ്. ഈ 10 ബാധകൾ നടക്കുമ്പോഴും ദേ ആർ അണ്ടർ സ്ലേവറി. ബാധകൾക്ക് മുമ്പല്ല, ബാധ കഴിഞ്ഞ് അവരെ അവരുടെ സ്ലേവറിയിൽ നിന്ന് വിടുവിച്ചത് കുഞ്ഞാടിന്റെ രക്തമാണ്. സ്തോത്രം. അതുവരെ അവർ ആ പേരുകൊണ്ട് ഈ ഭൂമിയിൽ അടിമകളാണ്. പക്ഷേ അങ്ങനെ ആയിരിക്കുമ്പോൾ പോലും പരാതിയൊക്കെ കുഞ്ഞെ നിനക്ക് പറയാൻ കാണും. മോശയോടും അഹ്റോനോടും ഒക്കെ വന്ന് ചോദിക്കുന്നില്ലേ, നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്? നിങ്ങൾ നിമിത്തമാണ് ഞങ്ങൾ ഇതെല്ലാം അനുഭവിക്കുന്നത് എന്നൊക്കെ പറയുമ്പോഴും നീ ഒരു കാര്യം ഓർക്കുക, ദൈവം അയക്കുന്ന ബാധകൾ നിന്നെ ബാധിക്കുന്നില്ലല്ലോ. ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ വേദനകളും ഒരു വശത്ത് നിർത്തിയിട്ട് ലോകത്തിലേക്കൊന്ന് നോക്കിയിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയാത്ത ആരിതിനകത്തിരിപ്പുണ്ട്? Look at the world, look at the people, those who are going through, heading into eternal destruction. Maybe the Pharaoh is sitting on the throne.
You have the name of Pharaoh. You have the name of the wife of Pharaoh, the son of Pharaoh. Now, you may be called as the senior person among the soldiers. You may be called as a centurion. But come on, you people are ruling over some people. But wait for few more days. A day will come. You will be in the Red Sea and they will be on the other side of the Red Sea. നിങ്ങൾ ചെങ്കടലിലും അവർ ചെങ്കടലിന്റെ അക്കരയുമായി ഇരിക്കുമെന്നുള്ളത് ഓർക്കുക. പത്രോസിന്റെ ലേഖനം ഇതുമായി ബന്ധപ്പെടുത്തി ഈ 6-7 അധ്യായങ്ങളുമായിട്ട് 8ാമത്തെ അധ്യായമൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ബുക്കാണ്. ഞാൻ അതിലേക്ക് ഒത്തിരി ഓടിപ്പോകത്തില്ല. കാരണം നോഹ പെട്ടകം ഉണ്ടാക്കുന്ന സമയം ദൈവം ദീർഘക്ഷമയോടെ ഇരുന്നതുമൊക്കെ നമുക്ക് വായിക്കാനായിട്ട് അവിടെ കഴിയും. അതിനകത്ത് ഒരു ഭാഗം മാത്രം, അത് പറഞ്ഞതുകൊണ്ട് ആ ഒരു ഭാഗം മാത്രം ഒന്ന് തൊട്ട് ഓർമ്മിപ്പിച്ച് പോകാം. ഇവിടെ നോഹയോട് പെട്ടകം ഉണ്ടാക്കാനൊക്കെ പറയുമ്പോഴേ ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 3:19 ആത്മാവിൽ അവൻ ചെന്നു, പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകം ഒരുക്കുന്ന സമയം ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തരവായി തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു. ആ വാക്യത്തിന്റെ മുഴുവൻ വിശദീകരണമല്ല ഞാൻ പറയുന്നത്, അത് പറയാം. കാരണം ഈ അധ്യായങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആ വാക്യം നിശ്ചയമായിട്ട് നാം ചിന്തിക്കേണ്ട വാക്യമാണ്. അവിടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. ഈ നോഹയോട് പെട്ടകം ഉണ്ടാക്കാൻ ദൈവത്തിന്റെ ആ ഒരു ഭയങ്കര ദീർഘക്ഷമയാ, മഹാകരുണയെക്കുറിച്ച് ഞാൻ പറയുകയാണ്. ഈ പെട്ടകം ഉണ്ടാക്കാനായിട്ട് ഈ ഇൻസ്ട്രക്ഷൻ എല്ലാം കൊടുത്തതിന് ശേഷം ഏകദേശം 100-ൽ പരം വർഷങ്ങൾ എടുത്തു പെട്ടകം ഉണ്ടാക്കാനും പ്രസംഗിക്കാനുമായിട്ട്. More than 100, because between 500 years and 600 years ആണ് ഈ നോഹയ്ക്ക് 600 വയസ്സുള്ളപ്പോഴാണ് ജലപ്രളയം വരുന്നത് നമുക്കറിയാം. അപ്പോൾ അറൗണ്ട് 100 years, 100 വർഷത്തോളം എടുത്തു. അവിടെ വായിക്കുന്നത് നോഹ പെട്ടകം ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയത് മുതൽ, നോഹേ ഇനി നീ 500 വർഷം എടുത്ത പെട്ടകം ഉണ്ടാക്കുന്നെങ്കിലും അതിനു മുമ്പ് ഒരു തുള്ളി മഴ വീഴില്ല. അതാണ് ദൈവത്തിൻ്റെ മഹാകരുണ, ദീർഘക്ഷമ എന്ന് നമുക്ക് പറയാൻ കഴിയും. സ്തോത്രം. അതുകൊണ്ട് നീ ഗോഫർ മരം കൊണ്ടൊരു പെട്ടകം ഉണ്ടാക്കണം. 18ാം വാക്യത്തിൽ വീണ്ടും നമുക്ക് വായിക്കാൻ കഴിയുന്നത്, നിന്നോടോ ഞാനൊരു നിയമം ചെയ്യും. Verse 18, but with thee I will establish my covenant. So verse 8 says, but Noah, എന്നാൽ നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. 14ാം വാക്യത്തിൽ ബട്ട് യു ഹാവ് ടു മേക്ക്, സകല ജഡത്തിന്റെയും അവസാനം ഈ സൈഡിൽ വന്നിരിക്കുമ്പോൾ നീ വ്യത്യസ്തനാണ് നോഹ. When everyone else on the earth is having their own business, I am handing you over my business. ഭൂമിയിലുള്ള സകല ജഡത്തിനും അവരവരുടെ കാര്യങ്ങൾ നോക്കി അവർ ജീവിക്കുമ്പോൾ എൻ്റെ കാര്യം നോക്കാൻ ഞാൻ നിന്നെ കണ്ടിരിക്കുന്നു. സ്തോത്രം. Here God is speaking directly to us. But you are different. You are chosen. You have a different responsibility. You are supposed to stand for me and do something on earth right now.
but you. That is the message God wants to convey to us today. But you, Noah. Verse 18 പറയുന്നത്, but with you I will establish my covenant. സകലരും വഷളായി പോയിരിക്കുമ്പോൾ കൃപ ലഭിച്ച നോഹ ആ കൊടുത്ത കൃപ റിസീവ് ചെയ്ത നോഹ. So here we can see Noah who was chosen, Noah who has received the grace. And in verse 14, Noah who has received a responsibility from God, or a mission from God. And here, a Noah who is going to receive the covenant. But with you, I will establish a covenant. നിന്നോട് ഞാനൊരു നിയമം ചെയ്യും, ഒരു ഉടമ്പടി ചെയ്യും. അത് കഴിഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നീയും നിന്റെ പുത്രന്മാരും ഭാര്യയും പുത്രന്മാരുടെ ഭാര്യമാരും പെട്ടകത്തിൽ കടക്കണം. സോ സകല ജഡത്തിൻ്റെയും അവസാനം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട്, എന്നാൽ നീ എന്ന് പറയുമ്പോൾ ആ നീക്കകത്ത് നോഹയോടൊപ്പം ആ കൃപയുടെ വാഹകരായി നിൽക്കുന്ന ബാക്കി 7 പേരും കൂടെ ഉണ്ട്. സ്തോത്രം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, കർത്താവേ, എന്നെ നോക്കി നീ എന്ന് വിളിക്കുമ്പോൾ ആ നീക്കകത്ത് എൻ്റെ കുടുംബം കൂടെ കാണാൻ, എൻ്റെ ദൈവസഭയും കൂടെ കാണാൻ, ഹല്ലേലൂയ, സ്തോത്രം, ഇടയാക്കുമാറാകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ ഓർത്തതാണ്. ഹല്ലേലൂയ. ഒരിക്കൽ കൂടി ഈ ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നുകൂടെ ഓർക്കുകയാണ്. എന്ത്? നോഹ പ്രാപിച്ച കൃപ, ഹല്ലേലൂയ, അത് അവനിൽ തന്നെ ഒതുങ്ങി നിന്നില്ല. അത് അവൻ്റെ കുടുംബത്തിനകത്തേക്ക് വ്യാപരിക്കുകയാണ്. The vision he had, the grace he received was transferred to his family. At least to his family. Even he tried to preach it out to the world, but nobody was ready to receive. Thank God, at least his family was ready to receive it. Hallelujah. സ്തോത്രം. പത്തൊൻപതാമത്തെ വാക്യത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഭൂമിയെ മുഴുവൻ നശിപ്പിക്കാൻ പോവുകയാണ്, ഭൂമിയും അതോടുകൂടെ നശിക്കുമെന്നൊക്കെ പറഞ്ഞ അതേ ദൈവം തന്നെ പറയുകയാണ്, സകല ജീവികളിൽ നിന്നും സർവ്വജഡത്തിൽ നിന്നും തന്നെ ഈരണ്ടിനെ നിന്നോടുകൂടെ ജീവരക്ഷയ്ക്കായി പെട്ടകത്തിൽ കയറ്റണം. അവ ആണും പെണ്ണുമായിരിക്കണം. അതത് തരം പക്ഷികളിൽ നിന്ന്, അതതരം മൃഗങ്ങളിൽ നിന്ന്, ഭൂമിയെ അതതരം ഇഴജാതികളിൽ നിന്നൊക്കെയും ഈരണ്ട് ജീവരക്ഷയ്ക്കായി നിന്റെ അടുക്കൽ വരണം. മുഴുവൻ നശിപ്പിക്കാൻ ഒരുങ്ങുകയാണെന്ന് പറഞ്ഞ ദൈവത്തിന് ഭൂമിയും ഇതോടുകൂടി തീരുമെന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ്, നിന്നോട് ഞാനൊരു നിയമം ചെയ്യും. വാട്ട് ഡസ് ഇറ്റ് മീൻ? ഇവിടെ നിന്ന് ഇത്ര എണ്ണത്തിനെ പെട്ടകത്തിനകത്ത് കയറ്റി നീ സംരക്ഷിക്കണം. എന്താണ് അതിൻ്റെ അർത്ഥം? ദിസ് ഇസ് എ ഷാഡോ. ഇത് പുതിയ നിയമത്തിൻ്റെ ആ വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്ന ചില കാര്യങ്ങളുടെ ഒരു നിഴലാണിത്. അതായത്, നോഹ, നീ ഇപ്പോൾ ആയിരിക്കുന്ന ഈ പാപം കൊണ്ടും വഷളത്വം കൊണ്ടും നിറഞ്ഞിരിക്കുന്ന, ദുഷ്ടത കൊണ്ടൊക്കെ നിറഞ്ഞിരിക്കുന്ന ഈ ഭൂമിയെ ഞാൻ നശിപ്പിക്കാൻ പോവുകയാണ്. ബട്ട് അതിനെ ഞാൻ നശിപ്പിച്ചു കഴിയുമ്പോൾ
ഒരു പുതിയ ഭൂമി, ഒരു പുതിയ ആകാശം, ഒരു പുത്തൻ തലമുറ. ഭൂമിയെ മുഴുവൻ ഈ ചീത്തയായി പോയ ചിലതിനെ വെള്ളത്തിനകത്ത് നമ്മൾ കഴുകി വൃത്തിയാക്കി എടുക്കുന്നത് പോലെ ഒരു സംഭവം. ആ പുതിയ ഭൂമിയിലേക്ക്, ആ പുതിയ അവസ്ഥയിലേക്ക് പുതിയ മനുഷ്യനെ സൃഷ്ടിച്ചുണ്ടാക്കുകയല്ല, ഇതിനകത്ത് നിന്ന് കൃപ ലഭിച്ചതിനെ ഒരു പെട്ടകത്തിൽ കയറ്റി സംരക്ഷിച്ച് ആ പുതിയ ഭൂമിയിൽ കൊണ്ടുവന്നിറക്കും. യോഹന്നാൻ അപ്പോസ്തലൻ കാണുന്ന ഒരു പുതിയ ഭൂമിയും ഒരു പുതിയ ആകാശവും ഒക്കെയുണ്ട്. അവിടെ ഒരു പുതിയ മനുഷ്യനെ സൃഷ്ടിച്ചു വെക്കുകയല്ല ദൈവം ചെയ്യുന്നത്. ഇപ്പോൾ ഈ വഷളായിരിക്കുന്ന, ഇപ്പോൾ ഈ പാപം ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇപ്പോൾ തീക്കായി നശിപ്പിക്കാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഈ ഭൂമിയിൽ നിന്ന് രക്ഷയെന്ന് പറയുന്ന പെട്ടകത്തിനകത്ത് ഒരു ഹാൻഡ്ഫുൾ ഓഫ് പീപ്പിൾ, ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം, അവരെ സംരക്ഷിച്ചുകൊണ്ട് ദൈവം ഇരിക്കുകയാണ്. ഹല്ലേലൂയ. അന്ന് വെള്ളം കൊണ്ടാണ് ഭൂമിയെ ശുദ്ധീകരിച്ചതെങ്കിൽ ഒരു അഗ്നി ശുദ്ധീകരണം നമുക്ക് മുമ്പിൽ വരുന്നുണ്ട്. അത് കഴിയുമ്പോൾ ആ പുതിയ ഭൂമിയിലേക്ക് ഹല്ലേലൂയ 1000 ആണ്ട് വാഴുവാൻ തക്കവണ്ണം, ഹല്ലേലൂയ സ്തോത്രം, നിത്യതയെ തുടരുവാൻ തക്കവണ്ണം ഹല്ലേലൂയ ഒരു കൂട്ടത്തെ ദൈവം സംരക്ഷിക്കുന്നുണ്ട്. ഹല്ലേലൂയ. Are you there in that group? നിങ്ങൾ ആ കൂട്ടത്തിലുണ്ടോ? നിങ്ങൾ ആ കൂട്ടത്തിലുണ്ടോ? ഞാൻ ആ കൂട്ടത്തിലുണ്ടോ? കാണുമോ? ഇന്നലെ നമ്മൾ വചനം ധ്യാനിച്ചപ്പോൾ പാടി നിർത്തിയത് ഇതാണ് അല്ലേ? പേർ വിളിക്കും, നേരം കാണും, എൻ പേര്. ഹല്ലേലൂയ. അതിനകത്ത് ഒരു സ്റ്റാൻസ ഇങ്ങനെയല്ലേ പറയുന്നത്? പാർത്തലേ രക്ഷപ്പെട്ടോരക്കരെ കൂടി ആകാശേ, അല്ലേ? അന്ന് പേർ വിളിക്കുമ്പോ എൻ്റെ പേരും, എൻ്റെ കൂട്ടാളിയുടെ പേരും, എൻ്റെ സന്തതികളുടെ പേരും, എൻ്റെ ദൈവദാസന്റെ പേര്, എൻ്റെ ദൈവസഭയിലെ മക്കളുടെ പേര് കാണും, കാണണം, കാണണം. സ്തോത്രം. ഇനി അടുത്ത ഒരു നീ എന്താ കാണുന്നതെന്നറിയാമോ? 21. നീയോ സകല ഭക്ഷണ സാധനങ്ങളിൽ നിന്നും വേണ്ടുന്നതെടുത്ത് സംഗ്രഹിച്ചു കൊള്ളണം. അത് നിനക്കും അവയ്ക്കും ആഹാരം ആയിരിക്കണം. See, Noah, your responsibility will not end by making the ark. God is extending your responsibility. Another responsibility എന്താണ്? But you have to take care of them, those who are in the ark, those who are going to be in the ark. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, പെട്ടകത്തിനകത്ത് Noah is playing the role of God. ദൈവത്തിൻ്റെ ഒരു റോളാണ് നോഹ അവിടെ പ്ലേ ചെയ്യാൻ പോകുന്നത്. നമ്മൾ സങ്കീർത്തനത്തിൽ വായിക്കുന്ന എന്താണ്? തൃക്കൈ തുറക്കുമ്പോൾ ഈ പറവജാതിക്കും ഇവിടെയുള്ള മൃഗങ്ങൾക്കും എല്ലാം ആഹാരം ലഭിക്കുന്നു എന്ന്, അല്ലേ? ഇവിടെ പെട്ടകത്തിനകത്ത് നോഹയുടെ തൃക്കൈ തുറക്കണം ഇവർക്കെല്ലാം ആഹാരം കിട്ടണമെങ്കിൽ. So the person who receives the grace, he not only will just receive the grace and enjoy the grace and live and die. No.
A person who is chosen, a person who receives the grace will have responsibilities to be completed on earth. ഭൂമിയിൽ അവർക്ക് ചില ഉത്തരവാദിത്തങ്ങൾ ഉണ്ട് എന്ന് മറന്നു പോകരുത്. God will give them some responsibilities. God will give them some vision and mission and things to finish on earth. ഞാൻ ആ വാക്യം പെട്ടെന്ന് ഒന്ന് നോക്കുകയായിരുന്നു. സാംസ് 104 കേട്ടോ. സാംസ് 104 വേഴ്സ് 27 ഒന്ന് വായിച്ചാല്, തക്ക സമയത്ത് തീൻ കിട്ടിയതിന് ഇവയൊക്കെയും നിന്നെ കാത്തിരിക്കുന്നു. നീ കൊടുക്കുന്നതിനെ അവ പെറുക്കുന്നു. തൃക്കൈ തുറക്കുമ്പോൾ അവയ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുന്നു. സോ വിത്തിൻ ദി ആർക്ക് ഹൂ പ്ലേസ് ദിസ് റോൾ? പെട്ടകത്തിനകത്ത് ഈ റോള് പ്ലേ ചെയ്യുന്ന ആരാ? ഇറ്റ് ഈസ് നോവ ആൻഡ് ഹിസ് ഫാമിലി. നോഹയും അവന്റെ കുടുംബവുമാണ്. തക്ക സമയത്ത് തീൻ കിട്ടേണ്ടതിന് ഇവയൊക്കെയും നിന്നെ കാത്തിരിക്കുന്നു. ദൈവത്തെക്കുറിച്ചാണ് പറയുന്നത്. പക്ഷെ പെട്ടകത്തിനകത്ത് എന്താ ഞാൻ പറഞ്ഞു വരാൻ ഉദ്ദേശിക്കുന്നത്? നാം ഒരു ദേശത്ത്, ഒരു കുടുംബത്ത്, ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ കൃപ, ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ കൃപയാണ് നമ്മെ രക്ഷയിലേക്ക് നയിക്കുന്നത്. ഹല്ലേലൂയ. വിശ്വാസത്താൽ, കൃപയാൽ നാം രക്ഷിക്കപ്പെടുകയാണ്. അത് കണ്ടെത്തുന്ന, അത് അനുഭവിക്കുന്ന, അത് പ്രാപിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തി ഈ ഭൂമിയിൽ we are representing God on earth. What a big position, what a big responsibility. സ്തോത്രം. സോദം ഗോമോറയെ നശിപ്പിക്കാൻ ഒരുങ്ങുമ്പോൾ അബ്രഹാം ഇൻറ്റർസീഡ് ചെയ്ത് 10 പേരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പട്ടണത്തെ നശിപ്പിക്കില്ല എന്ന് പറഞ്ഞു. ദേശത്ത് കഷ്ടമോ വേദനയോ പ്രയാസമോ ഭാരമോ ഒക്കെ വരുമ്പോൾ നാം ഓർക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. ദൈവത്തെ അറിയുന്ന തൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്താൻ, പ്രാർത്ഥിക്കാൻ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൃപ അനുഭവിക്കുന്ന ജനം ഇടിവിൽ നിൽക്കാൻ തയ്യാറാണെങ്കിൽ ദേശത്തിന് സൗഖ്യം വരുമെന്നാണ് പറഞ്ഞത്. അവർക്ക് വേണ്ടി, ആർക്ക് മാത്രമല്ല, അവരുടെ കുടുംബത്തിന് മാത്രമല്ല, ദേശത്തിന് സൗഖ്യം. So you and me are the ambassadors of God on earth. ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ ദൈവിക രാജ്യത്തിൻ്റെ പ്രതിപുരുഷന്മാരാണ് എന്നോർക്കുക. സ്തോത്രം. What a big responsibility we have on earth. എത്ര വലിയ ഒരു ഉത്തരവാദിത്തമാണ് നമുക്ക് ഭൂമിയിലുള്ളതെന്ന് ഓർക്കുക. ഈ ഗോഫർ മരം കൊണ്ട്
എത്ര സ്പെസിഫിക് ആയിരുന്നു ദൈവം അല്ലേ? When God gives us a mission, God will give us specific instructions. നോഹേ, നിനക്കിഷ്ടമുള്ള ഏതെങ്കിലും ഒരു മരം കൊണ്ട് നിന്റെ വീട്ടിന് തൊട്ടടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ഇതാണെന്ന് പറഞ്ഞ് നിനക്കുണ്ടാക്കാൻ പറ്റത്തില്ല. You have to go and search for this cedar wood. Hallelujah. ഈ ഗോഫർ വുഡിനെ നീ പോയി കണ്ടെത്തിക്കൊണ്ടുവരണം. ഈ ഗോഫർ മരത്തെ നീ പോയി കണ്ടെത്തിക്കൊണ്ടുവരണം. അവിടെ നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. ദൈവം നോഹയ്ക്ക് ഈ ഇൻസ്ട്രക്ഷൻ കൊടുക്കുമ്പോൾ പെട്ടകത്തിന്റെ ഭാഗമാകാനുള്ള ഗോഫർ തൈയായിട്ട് നിൽക്കുവല്ല. ഇറ്റ്സ് ഓൾറെഡി എ ട്രീ. അതിന് കാതലൊക്കെ വന്നു കഴിഞ്ഞ് റെഡിയായിട്ട് നിൽക്കുകയാണ്. നോഹ ചെന്നാ മതി, അവൻ്റെ വെട്ടിന് താഴെ വീഴാൻ റെഡിയായിട്ട് ഗോഫർ മരങ്ങൾ നിപ്പുണ്ട്. നീ പോയി ഇനി ഒരു വിത്തിട്ട് അതിനെ മുളപ്പിച്ച് അത് മുളച്ച് വന്ന് അതിന് തൈക്ക് വെള്ളം ഒഴിച്ച് വളർത്തി ഒന്നും കൊണ്ടുവരണ്ട. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കുക. എന്താണെങ്കിലും ഇത് വളർന്ന് ഒരു വൃക്ഷമാകാൻ കുറച്ച് വർഷങ്ങൾ എടുക്കുമില്ലേ? നല്ല കാതലൊക്കെ ഉള്ള ഒരു വൃക്ഷമാകാൻ. എന്നാൽ പെട്ടകം ഉണ്ടാക്കാനുള്ളതല്ലേ? അതും എന്തുമാത്രം വേണമെന്ന് ഓർത്ത് നോക്കിക്കേ. 300 മുഴം നീളം, 50 മുഴ ഉയരം, 30 വീതി 50 മുഴം, 30 മുഴ ഉയരം. ഇത്രയും വലിയ ഒരു സാധനം ഉണ്ടാക്കാൻ 1-2 മരങ്ങൾ പോരാ, ധാരാളം മരങ്ങൾ വേണം. നോഹയോട് ഈ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് നോഹയുടെ മിഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള റിസോഴ്സസ് ദൈവം ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. നോഹയ്ക്ക് അത്രയും പ്രായം ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷെ നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കിയാൽ നാം ജനിക്കുന്നതിന് മുമ്പേ നമ്മുടെ മിഷൻ അക്കംപ്ലിഷ് ചെയ്യാനായിട്ടുള്ള ഗോഫർ മരങ്ങളെ ദൈവം ജനിപ്പിച്ച് വളർത്തി തുടങ്ങും. ഹല്ലേലൂയ. So don't be afraid. Don't be scared. ഒരുപക്ഷെ നിങ്ങൾ ഒറ്റയ്ക്ക് ജീവിതം നയിക്കുന്നവരായിരിക്കാം. I'm preaching to myself. എങ്ങനെ ആയിത്തീരും? എങ്ങനെയാണ് കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളൊക്കെ ആയിത്തീരുന്നത്? എങ്ങനെ ഇത് മുമ്പോട്ട് കൊണ്ടുപോകും? മേ ബി ദ മിഷൻ ഓർ ദ വിഷൻ വിച്ച് ഗോഡ് ഹസ് ഗിവൻ ഈസ് എ ഹ്യൂജ് വിഷൻ and you don't know how to accomplish it. Don't worry. The resources to accomplish your vision or to complete your mission on earth is already there. Even before God hands over the vision to you, the resources are already kept ready. അത് നമ്മൾ കണ്ടെത്തുക മാത്രം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. It is Noah's responsibility to go and search and find the gopher wood. അത് നോഹയുടെ ഉത്തരവാദിത്വമാണ്. പക്ഷേ മരം ഓൾറെഡി റെഡിയാണ് നോഹേ. What a beautiful thought the Holy Spirit is revealing to us, isn't it? What a strengthening thought. Hallelujah. പെട്ടകമുണ്ടാക്കണം. 14-ാം വാക്യം. പെട്ടകത്തിന് അറകൾ ഉണ്ടാക്കണം, അകത്തും പുറത്തും
കീല് തേക്കണം. ഈ കീലുണ്ടാക്കാൻ നോഹ പോയോ? ഇല്ല. കീലുണ്ടാക്കുന്നുണ്ട്, പശ തേക്കുന്നുണ്ട്. See, all these things are already ready. എൻ്റെ ഒരു ചിന്ത, ദിസ് ഈസ് ജസ്റ്റ് മൈ തോട്ട്. ഓക്കെ, ഞാൻ പറയട്ടെ, ഈ കായിൻ്റെ തലമുറയിലെ ഫാദർ ഓഫ് ടെന്റ്, കൂടാരം ഉണ്ടാക്കുന്നതിനൊരു പിതാവ് ഉണ്ടായിരുന്നല്ലോ, ഇല്ലേ? അതുപോലെ ഒത്തിരി പിതാക്കന്മാരെ നമ്മൾ അവിടെ കണ്ടതാണ്. സ്തോത്രം. അപ്പോൾ ഇങ്ങനെ ആയുധങ്ങളെ തീർക്കുന്നതിന്, അപ്പൊ ഇവര് യാബാൽ, അല്ലേ? വേഴ്സ് 20, ചാപ്റ്റർ 4 വേഴ്സ് 20, ആദ യാബാലിനെ പ്രസവിച്ചവൻ കൂടാരവാസികൾക്കും പശുപാലകന്മാർക്കും പിതാവായി തീർന്നു. ഹല്ലേലൂയ. And he was the father of such as dwell in tents. അപ്പോൾ ടെന്റ് ഉണ്ടാക്കുന്നതിലുമൊക്കെ ഇവര് വിദഗ്ധരായിട്ട് മാറി. കുറച്ച് കഴിഞ്ഞപ്പം ഈ ടെന്റ് കുറച്ചുകൂടെ ഭംഗിയായിട്ടൊക്കെ ഇങ്ങനെ ആ ടെക്നോളജി ഇങ്ങനെ വളർന്ന് വളർന്ന് വന്ന് കാണും, ഇല്ലേ? ദിസ് ഈസ് ജസ്റ്റ് മൈ തോട്ട്. കായിന്റെ സന്തതിയിലൂടെ ആണെങ്കിൽ പോലും ഈ ടെക്നോളജി ഇങ്ങനെ ഡെവലപ്ഡായി വന്നത് എന്തിനു വേണ്ടിയായിരിക്കും? ഇറ്റ് ഈസ് ഫോർ നോഹ ടു കംപ്ലീറ്റ് ഹിസ് മിഷൻ. ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇന്നത്തെ ഈ സോഷ്യൽ മീഡിയയുടെ ടെക്നോളജി ദൈവം മനുഷ്യന് കൈമാറിയത്, ഇറ്റ് ഈസ് ഫോർ ദ സ്പ്രെഡിങ് ഓഫ് ദ വേർഡ് and for the expansion of the kingdom. ലോകം അതിനെ പല വിധത്തിൽ ഉപയോഗിക്കുന്നുണ്ടാവാം. സ്തോത്രം. ഒരുപക്ഷെ ആ കാലഘട്ടത്തിൽ ഈ പശയും കീലും തേച്ചൊക്കെ ഉണ്ടാക്കുന്നത് ഏതെങ്കിലുമൊക്കെ മൃഗത്തിനൊക്കെ വാസം ചെയ്യാനുള്ളതോ, അല്ലെങ്കിൽ സാധാരണ മലയാള ഭാഷയിൽ പറഞ്ഞാൽ ചിലപ്പോൾ കോഴിക്കൂട് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ച ടെക്നോളജി ആയിരിക്കും. ബട്ട് നോഹ, I gave that idea to some people to develop such a technology for you to utilize for the kingdom. ദൈവം ഈ ഭൂമിയിൽ കണ്ടുപിടുത്തങ്ങൾ നടത്തുവാൻ തക്കവണ്ണം മനുഷ്യന് ബുദ്ധി കൊടുക്കുന്നത്, അത് ദൈവം എല്ലാവർക്കും ഒരുപോലെ ജ്ഞാനം കൊടുക്കുന്നുണ്ട്. അത് വിശ്വാസിക്ക് മാത്രമല്ല, അവിശ്വാസിക്കും ദൈവകൃപയില്ലാതെ ജീവിക്കുന്നവർക്ക് എല്ലാം കൊടുക്കുന്നുണ്ട്. ബിക്കോസ് അവരുടെ ഫോക്കസ് അതിനകത്തേക്കാണ്. ഓക്കെ, ലെറ്റ് ഹിം ഹാവ് ഇറ്റ്, ബട്ട് യു യൂട്ടിലൈസ് ഇറ്റ് മോർ. കൃപ കണ്ടെത്തിയ നീ അത് ഉപയോഗിക്കണം. സ്തോത്രം. സോ Noah utilized that technology for a good purpose to accomplish his mission. But now, what are we doing? We are getting corrupted by the technology. നാം പാപം ചെയ്യുവാനായി ആ ടെക്നോളജി ഉപയോഗിക്കുകയാണ്. No. Utilize it for the kingdom of God. ദൈവരാജ്യത്തിന് വേണ്ടി, ദൈവിക പദ്ധതികൾക്ക് വേണ്ടി അതിനെ ഉപയോഗിക്കണം. സ്തോത്രം. ഇവിടെ ഇതെല്ലാം ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് 21 ഇതിനെല്ലാം ഞാൻ പറയാൻ വന്നത്, ഇതിനെല്ലാം അളവും നീളവും വീതിയും ഉയരവും ഘനവും എല്ലാം പറഞ്ഞു കൊടുത്തു ദൈവം. പക്ഷേ 21 വാക്യത്തിൽ, നീയോ സകല ഭക്ഷണ സാധനങ്ങളിൽ നിന്നും വേണ്ടുന്നതെടുത്ത് സംഗ്രഹിച്ചുകൊള്ളണം.
അതിനൊരളവ് പറഞ്ഞില്ല. പറഞ്ഞോ? എന്തൊക്കെ കാര്യങ്ങൾ സംഗ്രഹിക്കണമെന്ന് പറഞ്ഞോ? ഈ പെട്ടകത്തിനകത്ത് കയറുന്ന ഇഴജാതി എന്ത് കഴിക്കും, കുതിര എന്ത് കഴിക്കും, സിംഹം എന്ത് കഴിക്കും? ഇതെല്ലാം വെറൈറ്റി ഓഫ് ഫുഡാണ്. എല്ലാം ഒരേ ആഹാരം കഴിക്കുന്നവരല്ല. How long they are going to be in the ark, that was not revealed. എത്ര നാളത്തേക്കുള്ളത് സംഗ്രഹിക്കണം? പക്ഷേ പെട്ടകത്തിനകത്ത് ക്ഷാമം വന്നില്ല. സ്തോത്രം. അവിടെ അവരവർക്ക് കഴിക്കാൻ പറ്റുന്ന, കാരണം ഓരോ മൃഗത്തിൻ്റെയും ഡൈജസ്റ്റീവ് സിസ്റ്റം ഡിഫറെൻ്റ് ആണ്. അവരവർക്ക് കഴിക്കാൻ കഴിയുന്ന ആ ഭക്ഷണം, അതിനൊന്നും യാതൊരു കുഴപ്പവും പെട്ടകത്തിനകത്ത് ഉണ്ടായതായിട്ട് നമ്മൾ വായിക്കുന്നേയില്ല. പെട്ടകത്തിനകത്ത് മരണം നടന്നില്ല. There is no record of death. പെട്ടകത്തിന് പുറത്തായിരക്കണക്കിന്, കോടിക്കണക്കിന് മൃഗങ്ങളും മനുഷ്യരും മരിച്ചു. പക്ഷെ പെട്ടകത്തിനകത്ത് അത് നടന്നില്ല. സ്തോത്രം. How did they sustain in that ark? It is truly a mystery. It's truly a mystery. ഞാൻ എപ്പോഴും ഓർക്കും, ഇത് എത്ര ചിന്തിച്ചിട്ടും അത് ഗ്രഹിക്കാൻ കഴിയുന്നതിനപ്പുറമാണ്. ഞാൻ പറയാൻ വന്നത് എന്താണെന്നറിയാമോ? If you are a person who received grace, and if you are a person with a mission, and if you are a person God has chosen to establish a covenant, then God will give you the wisdom to go ahead with your mission. നിന്റെ ദൗത്യവുമായി ജയകരമായി മുന്നേറാനായിട്ടുള്ള ബുദ്ധി, വിവേകം എല്ലാം ദൈവം നമുക്ക് തരും. നാം ദൈവം ഏൽപ്പിക്കുന്ന കാര്യത്തിൽ വിശ്വസ്തരാകാൻ തയ്യാറാകുമെങ്കിൽ നമ്മോട് വിശ്വസ്തത കാണിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇനി നോഹ ആ പെട്ടകത്തിനകത്ത് എടുത്തു വെച്ച കാര്യങ്ങൾ ഇനി തീർന്നു പോയാൽ, ഓരോ പ്രാവശ്യവും നോഹ അത് എടുക്കാൻ ചെല്ലുമ്പോൾ അതിനെ നിറയ്ക്കാൻ കഴിയുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട് എന്നോർക്കുക. കലത്തിലെ മാവ് കുറയാതെ, ഭരണിയിലെ എണ്ണ കുറയാതെ ഒരേലിയാവിന് വേണ്ടി ആ ക്ഷാമകാലം മുഴുവൻ ആ വീട്ടിനകത്ത് അങ്ങനെ 2 ഉറവ തുറക്കാൻ തമ്പുരാന് കഴിയുമെങ്കിൽ ഇവിടെ എത്രയധികം. സ്തോത്രം. നമുക്ക് ദൈവത്തിന് സ്തോത്രം കരയട്ടെ. ഇനി നീയോ എന്നൊക്കെ പറഞ്ഞ് ദൈവം നോഹയെ ഏൽപ്പിച്ച ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് 22-ാമത്തെ വാക്യം. ദൈവം തന്നോട് കൽപ്പിച്ചതൊക്കെയും നോഹ ചെയ്തു, അങ്ങനെ തന്നെ അവൻ ചെയ്തു. ഞാൻ അതിൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുക. വചനത്തോടൊന്നും കൂട്ടിച്ചേർക്കരുതെന്ന, പക്ഷെ ഒന്ന് ചേർത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ദൈവം തന്നോട് കൽപ്പിച്ചതൊക്കെയും നോഹ ചെയ്ത്, അങ്ങനെ തന്നെ അവൻ ചെയ്തപ്പോൾ ദൈവം അവനോടും അവന് വേണ്ടുന്നതെല്ലാം
പെട്ടകത്തിനകത്ത് ചെയ്തു കൊടുത്തു. നോഹ അങ്ങോട്ട് വിശ്വസ്തനായപ്പോൾ ദൈവം അതിനേക്കാൾ വലിയ വിശ്വസ്തത ഇങ്ങോട്ട് നോഹയോട് കാണിച്ചു. സ്തോത്രം. നമുക്കതുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവേ, നീ എന്ന് പറഞ്ഞ് പോയിന്റ് ഔട്ട് ചെയ്ത് വ്യക്തമായി ദൈവശബ്ദം കേട്ട് വിളിച്ചിറക്കിയ പലരും ഈ ദൂത് കേൾക്കുന്നുണ്ട്. കർത്താവേ, അങ്ങ് ഞങ്ങളെ സഹായിക്കും. അങ്ങയോട് വിശ്വസ്തരായിരിക്കാൻ ഞങ്ങൾക്ക് കൃപ തരുമാറാകണം. ഞങ്ങളെ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചാൽ അത് അക്കംപ്ലീഷ് ചെയ്യാനായിട്ടുള്ള സകല റിസോഴ്സസും അങ്ങ് ഒരുക്കും എന്ന് ഞങ്ങളെ കേൾപ്പിച്ചു. അത് ട്രസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു കൃപ ഞങ്ങൾക്ക് തരുമാറാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.